Hi friends, എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അരിപ്പൊടിയും നാളികേരവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്കിത് വേണമെങ്കിൽ സ്നാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. ഒരു ചെറിയ വീഡിയോ ആണ്, വീഡിയോ മുഴുവനായിട്ട് കാണാൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പ്ലീസ്. നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നന്നായി തന്നെ വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളം ഇവിടെ നന്നായി തന്നെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു കപ്പ് നൈസായിട്ടുള്ള പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. മൊത്തത്തിലൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് തണുത്ത് വരും. തീരെ അങ്ങ് തണുത്ത് പോകരുത്, ചെറുതായിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളമുണ്ട്, വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവിയ ശേഷം കുറച്ചിങ്ങനെ എടുത്തിട്ട് നന്നായി തന്നെ കൈവച്ച് ഉരുട്ടി കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതിനുശേഷം ആ വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ഇഡലി തട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീമർ ആയാലും മതി, കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും ഈ ഒരു രീതിയിൽ ഇഡലി തട്ടിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇഡലി പാത്രം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് ഈ ഓരോ തട്ടുകളും ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി തന്നെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി ഇത് തട്ടിനൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു നാളികേരത്തിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പകുതി നാളികേരം ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു 1/4 മുതൽ അര ടീസ്പൂണോളം നല്ല ജീരകവും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാവാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്ത് കൂട്ടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിപ്പം ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരത്തിൻ്റെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി നന്നായി തന്നെ ചൂടായിട്ട് വരണം. അപ്പോൾ അതാ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. കൂട്ടുകാരെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.